വസ്ത്രം അലക്കുന്ന കല്ലും മഴയും കൂടുന്നു. വസ്ത്രം അലക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ആ വസ്ത്രത്തോടൊപ്പം അത് അലക്കുന്ന കല്ലിനും നല്ല പാകപ്പെട്ട് കിട്ടും. എന്നാൽ ഞാൻ നിങ്ങളോട് രണ്ട് കാര്യം പറയുമ്പോൾ എന്നിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവാനും എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാനും സാധ്യത ഉണ്ട്. അതാണ് ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ് കാണുന്നത്. ഏതായാലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു അവസരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തികച്ചും സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിൽ പ്രത്യേക അറിവോ അല്ലെങ്കിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളോ ഒന്നുമല്ല. തികച്ചും സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാലോ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, അതുപോലെ തന്നെ അവരുടെ കൂട്ടുകുടുംബങ്ങളിലൊന്നും കാര്യമായിട്ട് സമ്പത്തോ കാര്യമില്ലാതെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി. എൻ്റെ പിതാവ് അങ്ങനെയായിരുന്നു. അവർക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിങ്ങനെ വലുതായി വരുമ്പോൾ ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ഓരോരോ ഏരിയയിലേക്ക് നാട് വിട്ട് പറഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് അവർക്ക് ചെറിയൊരു താങ്ങ് കിട്ടി അങ്ങനെ അങ്ങനെ കയറി വന്ന് പിന്നെ വലുതായി വന്നതാണ്. ഞങ്ങൾക്കൊക്കെ ഒരു നല്ല സമയമായിപ്പോയേക്കും ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളെ ഉപ്പ ഞങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ടു പോയി. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണം അവർക്ക് കിട്ടട്ടെ, അതാണ് ഇപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ. ഏതായാലും നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി എല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി, വീട്ടിൽ വണ്ടിയായി, വീടായി, കുട്ടികളെ കല്യാണം കഴിക്കലും എല്ലാം ഏകദേശമൊക്കെ നല്ല സന്തോഷത്തിൽ, കാരണം ഒരുമയിലാണ് കഴിഞ്ഞു പോകുന്നത്. നല്ല സന്തോഷമുള്ള ഒരു കുടുംബമാണ്. ജ്യേഷ്ഠാന്മാരൊക്കെ എല്ലാം അത്യാവശ്യം ഒരുമയിൽ സന്തോഷത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ ഒറ്റ തീരുമാനത്തിൽ പോകുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാം വളരെ എളുപ്പത്തിൽ നീക്കുപോക്ക് കണ്ടെത്താൻ കഴിയും നമുക്ക്. ഏതൊരു വിഷയത്തിലും അങ്ങനെയാണ്. കൂട്ടായ്മയാണല്ലോ വലിയ സംഭവം. കൂട്ടമായ പ്രവർത്തനത്തിനും കൂട്ടമായ പ്രാർത്ഥനക്കും വലിയ റിസൾട്ട് ഉണ്ട് എന്നാണ് പ്രിയപ്പെട്ട ലീഡേഴ്സൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യം അത് തന്നെയാണ്. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ എല്ലാം വളരെ പെട്ടെന്ന് നടക്കും. അപ്പം അങ്ങനത്തെ ഒരു അവസരത്തിൽ പിന്നെ ഗൾഫിൽ ഒരു 10-27 വർഷക്കാലം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള നിലക്ക് ഒരു ഫ്ലോർ മില്ല് തുടങ്ങി. അതും മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഉദ്ഘാടനം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദിൽ നിന്ന് ഈ മഹത്തായ ഈ ഒരു വഴിയിലേക്ക് എത്താനുള്ള ഒരു ഉൽപ്പന്നവുമായിട്ട് ഉമർ ഉസ്താദ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷം അറിയിച്ചപ്പോൾ അത് അദ്ദേഹത്തിൽ എനിക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള നിലക്ക് ആവശ്യപ്പെട്ടു. അതെനിക്ക് ലഭിച്ചു. അതിലൂടെ കയറി വന്നതാണ് ഞാൻ ഈ ബിസിനസ്സിൽ. എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ ബിസിനസ് എന്താണ് തിരിച്ചറിഞ്ഞു വന്നതായിരിക്കില്ല. എന്നാലും അങ്ങനെ വന്ന് ഏകദേശം 5 കോടിക്ക് മുകളിൽ കമ്പനിയിലെ ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തം കഴിവല്ല, എന്നിലൂടെ വന്നിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒത്തുപിടിച്ചപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ കിട്ടിയതാണ്. അപ്പൊ ഇത് ഏതൊരാൾക്കും സാധിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്ന എൻ്റെ ഒരു കാര്യം. കാരണം ഒരു സമയത്ത് ഈ സൂം മീറ്റിങ്ങിൽ സ്വന്തം മൊബൈലിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് വീഡിയോ ഓഫാക്കി ഇരുട്ടത്തിയിരുന്ന് കാണുന്ന ഒരാളായിരുന്നു ഞാൻ. അന്നെങ്ങാനും ഒരു റിവ്യൂ പറയാനോ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വിറക്കുമായിരുന്നു എനിക്ക്. എന്നാൽ ഇന്ന് ആയിരങ്ങളെ മുന്നിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് അതൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടിയതാണ്. അപ്പം ഇത്രേ പരിചയപ്പെടുന്നു. നമ്മളെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇതിനു മുമ്പ് ഞാൻ വന്നിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പരിചയപ്പെടുത്തൽ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ കാര്യങ്ങൾ. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വന്നാൽ എന്തൊക്കെ ലഭിക്കുന്നു, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളും, ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലായ്മയിൽ നിന്ന് കയറി വന്നിട്ട് എല്ലാം ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു പോവാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബിസിനസ്സിലൂടെ മാത്രം കിട്ടുന്ന ഒരു വലിയ സമ്പത്താണത്. എല്ലാം സമ്പത്ത്. നമ്മൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ വെറും കാശ് മാത്രം കണക്കാക്കാൻ പാടില്ല. അറബിയിലൊരു പദമുണ്ട്, റിസ്ക് എന്ന് പറയും. അത് വെറും കാശിന്റെ കണക്കിൽ മാത്രമല്ല റിസ്ക് എന്ന് പറയുന്ന സംഭവം.
അവരുടെ ആരോഗ്യം റിസ്ക്കാണ്, അവരെല്ലാം റിസ്ക്കാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു സമ്പൽ സമൃദ്ധി തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങൾ, ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ലഭിച്ച് നമ്മളിൽ മാറ്റം ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. എത്രത്തോളം നിങ്ങളത് മനസ്സിലാക്കി എന്ന് ഓരോരുത്തരും വിലയിരുത്തിയാൽ മതി. എൻ്റെ കാര്യത്തിൽ ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ കുറഞ്ഞ നേട്ടങ്ങളൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ നേട്ടമാണ് ബന്ധങ്ങൾ. ഇപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ തന്നെ ഇപ്പം 302 പേര് ഇപ്പം എത്തിയിട്ടുണ്ട്. ഇനിയും കൂടാൻ സാധ്യത ഉണ്ട്. ഈ ഒരു വ്യക്തിത്വങ്ങൾ മഹൽ വ്യക്തിത്വങ്ങളായിരിക്കാം, അവർ പല മേഖലയുള്ളവരായിരിക്കാം, പല നാടുകളിൽ പല ലെവലിൽ ജീവിക്കുന്നവരായിരിക്കാം, ആളുകളായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ആയാലും നമ്മൾ തമ്മിൽ ഇന്ന് വലിയൊരു ഹൃദയബന്ധത്തിലാണുള്ളത്. ചെറിയൊരു ബന്ധമല്ലല്ലോ ഇത്. ഏതൊരാളെ കാണുമ്പോഴും ഇപ്പം ഇന്നലെ മലപ്പുറത്ത് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ ഓരോ വ്യക്തികൾ, അതിൽ സ്ത്രീകളുണ്ട്, ആണുങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ട് കൈ പിടിച്ചിട്ട് സാറിൻ്റെ സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സത്യത്തിൽ എനിക്ക് അവരെ അറിയില്ല, നമ്മൾ ഇങ്ങോട്ട് അറിയാണ്. ഇത് ഒരു വല്ലാത്തൊരു ബന്ധമല്ലേ പ്രിയപ്പെട്ടത്? ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു വലിയൊരു സംഭവമല്ലേ ഇത്? ഏതൊക്കെയോ ഏരിയയിലുള്ള പല സ്വഭാവത്തിലുള്ള മനുഷ്യന്മാർ തമ്മിൽ ഒരു മനസ്സിലൊരു മാലയിൽ കോർത്ത മണികളെ പോലെ ആവുക. ഇത് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന നമുക്കുണ്ടാകുന്ന ഗുണങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ബന്ധങ്ങൾ. ഇന്ന് അതിന് തീരെ വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാരയും പ്രശ്നങ്ങളും എന്താ പറയുക കുറ്റപ്പെടുത്തലുകളുമായിട്ട് തൻ്റെ സഹോദരനെ പോലും പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു പറ്റം ജനങ്ങൾ ജാതി മത ഭേദമന്യേ പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല. കാരണം ഇവിടെ കൂടെ വന്ന ആളുകൾക്ക് അവരുമായിട്ട് ബന്ധം കൂടുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിന്റെ ഏറ്റവും കൂടുതൽ നിലവാരത്തിലെത്തുന്നത്. പിന്നെ ഉണ്ടാകുന്നതാണ് സ്നേഹം. നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഇതിൽ വഞ്ചിക്കാൻ പറ്റില്ല. ഇതിൽ ഒരു മനുഷ്യനോടും ഒരു കളവ് പറഞ്ഞിട്ട് നമ്മളെ കാര്യം സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നുള്ള ചുറ്റുപാട് ഈ ബിസിനസ്സിലൂടെ തീരെ നടക്കൂല. ഇതിൽ നമ്മളെ കൂടെ വരുന്ന ആളുകൾ എന്തെല്ലാം ചെയ്തോ അതിനനുസരിച്ച് നമുക്ക് നേട്ടം ഉണ്ടാകുന്നുള്ളൂ. ഒരു വല്ലാത്തൊരു കൂട്ടി ഇണക്കലാണിത്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു ഓർഗനൈസേഷനിൽ വന്ന ആളുകൾക്ക് പോലും നമ്മോട് വല്ലാത്തൊരു ബന്ധം. കാരണം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് എൻ്റെ ടീമിൽ കൊടുക്കാലോ എന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുക. ഇതൊരു അത് സ്നേഹബന്ധത്തിന് വലിയ നിലവാരമുണ്ട്. അത് വലിയ നിലയിൽ ഉയർത്താൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരമാണ് നമ്മൾ ഈ അവസരം. അപ്പൊ ഞാൻ നേട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. 2 എണ്ണമായി. മൂന്നാമത് കാരുണ്യം ഉണ്ടാവും. ഈ ബിസിനസ്സിൽ വന്നാൽ വല്ലാത്തൊരു കാരുണ്യം ഉണ്ടാവും. കാരണം ഏതൊരാൾക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്മനസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മളെ കൂടെ വന്ന ആളുകളാവട്ടെ അല്ലാത്തവരാവട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് യാതൊരു തിരിഞ്ഞു നോക്കുന്ന അവസ്ഥ വരുന്നില്ല. മനസ്സിലൊരു പ്രത്യേക കരുണ ഉണ്ടായി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നാലാമത് കിട്ടുന്ന ആദരവ്. എല്ലാ ആളുകളെയും ആദരിക്കാൻ പഠിക്കും. ആദരവും അനാദരവും ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മനുഷ്യന്മാരെ പരിഗണിക്കുക, അതുപോലെ അവഗണിക്കുക. ഇത് രണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അഭിമാനമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയാവട്ടെ അവൾക്ക് പരിഗണന അത് വല്ലാത്തൊരു സംഭവമാണ്. എന്നാൽ ചെറിയ ഒരു അവഗണന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ ഈ വിഷയം നിങ്ങൾ ആരെങ്കിലും? 4 ആളെ മുന്നിൽ വെച്ച് നമ്മൾ ചെറിയൊരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആക്കി ചിരിക്കലോ ഒക്കെ കണ്ടാൽ പോലും ചില മനസ്സിനത് വല്ലാതെ വിഷമമുണ്ടായി പോകും. ആ മനുഷ്യനെ കാണുമ്പോൾ ജീവിതത്തിൽ അത് നമ്മൾ ഒരിക്കലും മറക്കൂല. അതൊരു കൈപ്പേറിയ അനുഭവമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക ആദരവ് നമുക്ക് വല്ലാതെ ഇതിൽ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ് അവസരം. കാരണം കൂടെ വന്ന ആളുകളാവട്ടെ അവർക്ക് പരമാവധി ആദരവ് നൽകലും, നമ്മൾ ഉയരത്തിലുള്ള ആളുകട്ടെ അവർക്കും വേണ്ടതുപോലെ അവരെ ആദരിച്ച് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരവസരം. ഇത് ഈ ഒരു ബിസിനസ്സിലില്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. അപ്പൊ ആദരവിന് വലിയ സ്ഥാനം കിടക്കുന്നുണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ. പിന്നെ ഉള്ളതാണ് നമ്മൾ ആരോഗ്യം. ഇന്നലെ എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ ഇന്നലെ മീറ്റിങ്ങിന് വന്ന ആളുകൾ സോമകുമാർ സാറിനെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 6 വർഷമായി തുടങ്ങി. അന്ന് അദ്ദേഹം ഇത്ര തന്നെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാണ് ഞാനൊരു കറുത്ത മനുഷ്യനായിരുന്നു. ഇന്നലെ സംസാരിച്ചതാണത്.
ഇന്ന് എൻ്റെ കളർ നിങ്ങളൊക്കെ കണ്ടില്ലേ. അതേപോലെ ജില്ലാ മേളത്തിനെ പറ്റിയിട്ട് പറഞ്ഞ അവരെ ആ പിന്നെ ഭാരം ഉയർത്തുന്ന സമയത്ത് കുറച്ച് അവരുടെ സമയം നിറവും ഇപ്പോഴത്തെ നിറവും നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യത്തിന്റെ പ്രാധാന്യമാണ് ആ പറഞ്ഞത്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യം ഇല്ല എന്ന് കഴിയും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ചെറൂര് അങ്ങാടിയില്, ഞാൻ ചെറൂരാണ് യഥാർത്ഥത്തില്, എന്നെ ചെറൂർ എന്ന് വിളിക്കലുണ്ട്. കാരണം ചെറൂർ സാർ എന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. അത് എൻ്റെ നാടിന്റെ പേരാണ്. പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് എന്നെ പരിചയപ്പെട്ടതും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെറും ചെറൂര് എന്ന് മാത്രത്തിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പേര് വന്നിട്ടുള്ളത്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല തോന്നുന്നു. ഏതായാലും അറിയാത്തവർക്ക് പറയാം, എൻ്റെ പേര് അബ്ദുറഹ്മാൻ, ചെറൂര് എന്റെ നാടിന്റെ പേരാണ്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മൾ ചെറൂര് അങ്ങാടിയിൽ ചെന്ന് നോക്കിയാൽ എൻ്റെ കൂടെ ജോലി ചെയ്ത് നടന്നിരുന്ന ആ ആളുകളൊക്കെ ഇപ്പോ ഞാൻ കാണുന്നുണ്ട്. എന്നോട് അവർ തന്നെ ചില സമയത്ത് ചോദിക്കും, ഈ എന്താ ഇങ്ങനെ, എനിക്കെന്താ മാറ്റമില്ലാത്ത, ഈ ഇങ്ങനെ ചെറുതായി വരികയാണല്ലോ എന്നിങ്ങനെ പറയും. ഞാൻ ചെറിയ ചിരി ഇങ്ങനെ ചിരിക്കും. കാരണം അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഏത് മേഖലയാണ്. പറഞ്ഞാലേറ്റ് അവർ ഏറ്റെടുക്കൂല. അതോ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നമുക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു പോകും. പിന്നെ അവരോട് എന്ത് പറയാനാ. അപ്പൊ ഉള്ളിൽ ഞാൻ ദൈവത്തോട് നന്ദി ഇങ്ങനെ കാണിക്കും. കാരണം ഈ ഒരു അവസരത്തിൽ എത്തിയത് കൊണ്ടാണല്ലോ എനിക്കും അവരെ പോലെ അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ എത്താൻ കഴിഞ്ഞു. ചില ആളുകളൊക്കെ എൻ്റെ വയസ്സ് ചോദിക്കുമ്പോൾ അവർ ഇത്ര വയസ്സല്ലായിട്ടുള്ളൂ എന്നൊക്കെ പറയും. അതിന്റെ കാരണം ഇതാണ്, നമുക്ക് നല്ല ആരോഗ്യം ഈ ഒരു ബിസിനസ്സിലൂടെ വളരെ സന്തോഷമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് അതിനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലില്ലേ, അത് നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഈ ആരോഗ്യത്തോടെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ലേ. ഇന്നലെ സോമകുമാർ സാർ പറഞ്ഞത്, എന്തിനാ മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് അങ്ങോട്ട് പെട്ടെന്ന് പോകുന്നത്, നിങ്ങൾക്ക് ഇവിടെ ജീവിതം ആരോഗ്യം സംരക്ഷിച്ച് നിർത്തി ആയുസ് കൂട്ടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഇല്ലേ എന്നാ ചോദിച്ചത്. വളരെ സത്യമാണ് ആ കാര്യം. നമ്മൾ രോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ കയ്യിലുള്ള സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭിക്കില്ലേ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു സംഭവം, ഇന്ന് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു വഴിയിലൂടെ പോകുമ്പോൾ എത്ര കടയുടെ ഷട്ടറുകളാണ് താന്നു കിടക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പണ്ടവും വീട്ടിലുള്ള സംഭവം മുഴുവൻ ഉപയോഗപ്പെടുത്തി നഷ്ടപ്പെടുത്തിയ കാശായിരിക്കാം. പക്ഷെ അതിൽ പരാജയപ്പെട്ട് അവർക്കുണ്ടായ നഷ്ടമാണ് ആ ഷട്ടർ താന്നു കിടക്കുന്ന. നല്ല ബോർഡ് കാണാം. ചില കുഴിമന്തി അതുപോലെ തന്നെ നല്ല നല്ല കച്ചവടം നടത്തി പരാജയപ്പെട്ട് സ്വന്തം ജീവിതത്തിൽ കടവും പ്രശ്നമായി വന്ന് നിൽക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ഇന്ന് നാട്ടിൽ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? നമുക്ക് കിട്ടിയ ഒരു മേഖലയുടെ വലിപ്പം നമ്മളാരും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുട്ടിക്കും അതിനെപ്പറ്റി ബോധമില്ലാഞ്ഞിട്ടാണ്. നമ്മളെ കമ്പനി എല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ കുറച്ച് ചെറിയൊരു ഇളക്കം ഇളക്കി കൊടുത്താൽ കാശ് കിട്ടുന്ന ഒരു മേഖലയാണിത്. അതും നല്ല എന്താ പറയുക, ഒരു മനുഷ്യനോട് പോലും ഒരു തരുമ്പ് പോലും കളവ് പറയാതെ വഞ്ചന ഇല്ലാതെ നടത്താൻ പറ്റുന്ന നല്ലൊരു അവസരം. ഇവിടെ ഒരു 10 രൂപ ഒരു ദിവസം ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ രാത്രി സമയത്ത് മീൻ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും, ഈ മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ, അത് ആലോചിക്കാനുള്ള കുട്ടികളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഉമ്മയും ഉപ്പയും ഉണ്ടാവും, അമ്മയും അച്ഛനും ഉണ്ടാവും അല്ലേ. അവരൊക്കെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് മഴയും വെയിലൊന്നും വക വെക്കാതെ റോഡ് സൈഡിൽ വെച്ചിട്ട് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയാണ്, നല്ല മത്തിയുണ്ട്, നല്ല അയില ഉണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഈ മേഖലയിൽ എത്തിയത് കൊണ്ടാവാം വല്ലാത്തൊരു എന്താ പറയുക, മനസ്സിനുള്ളുന്നൊരു സംഭവം വരും. ഈ മനുഷ്യനെ എന്നെ പോലെ തന്നെ അല്ലേ, ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നിങ്ങനെ ചിന്തിച്ച് വിലയിരുത്തി നോക്കുമ്പോഴാണ് നമ്മൾ എത്തിപ്പെട്ട മേഖലയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സമ്പത്ത് ഒരു വലിയ ഘടകമാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ ഒന്നുമില്ലാത്തവരാണെങ്കിൽ അതൊരു വല്ലാത്ത പ്രയാസം ചെയ്യും നമ്മൾ. ഇപ്പോ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മളെ നാട്ടില്, നമ്മളെ അയൽപക്കത്ത് അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ഒരു ടീമില് ഒരു കുട്ടിയുടെ കല്യാണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ട്. അവരിങ്ങനെ നെട്ടോട്ട് ഓടുന്ന സമയത്ത് അവരോട് പറയാണ്, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഏറ്റു എന്ന് പറയാൻ മാത്രം സാമ്പത്തിക സ്രോതസ്, ആ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആരായിരിക്കും? ഈ ലോകത്ത് ഏറ്റവും വലിയ പുണ്യം ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു മാർഗത്തിലാണ് നമ്മൾ വന്നുപെട്ടിട്ടുള്ളത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിലൂടെ
നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നന്ദിയോടെ ഓർക്കാനും ആദരവോട് കൂടി പെരുമാറാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും നല്ല സമ്പത്ത് ഉണ്ടാവാനും എല്ലാം ഉതകുന്ന നല്ലൊരു ബിസിനസ് അവസരം. ഇതിന്റെ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇന്നോ നാളെ എന്നല്ല, ഇത് അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഒരു രൂപത്തിൽ ആ രൂപരേഖയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ബിസിനസ് ഏതൊരാൾക്കും വിജയിച്ചെടുക്കാൻ പറ്റും. ഞാൻ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഉള്ളിലുള്ള ആ ഒരു സംഭവം നമ്മളെ ലീഡേഴ്സ് നമ്മോട് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി രണ്ട് ചിന്ത ഉണ്ടായി മുന്നോട്ട് പോകാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. കാരണം നമ്മൾ പടച്ച ഒരു ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും ഒരാളെ പറ്റിക്കാൻ പറ്റില്ല. എത്ര പറ്റിക്കാൻ വരുന്ന ആളായാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്, അപ്പുറം പോകില്ല. ഈ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. ഇനി ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇല്ലാതാവും വേണം. ഉപേക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് കൂട്ടിപ്പിടിക്കുന്ന ആള്, കൂടെ വന്ന ആളുകളോടൊക്കെ കാണിക്കുന്ന ആ സ്നേഹ സന്തോഷങ്ങളും അതുപോലെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ വരുമ്പോൾ അതൊരു വലിയ എന്താ പറയാ ഒരു മുതലാളിയെ പോലെ കാണിക്കാതെ അതൊക്കെ ഏറ്റെടുത്ത് അവരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി കൊടുക്കാനും അത് മാറ്റി തിരുത്തി കൊടുക്കാനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്താൽ മതി. ഈ ബിസിനസ്സിലൂടെ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്ന ഈ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ മീറ്റിംഗ് കേട്ടല്ലോ, നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ അത് നമ്മൾ തന്നെ ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂട്ടുകുടുംബങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതൊരു വല്ലാത്ത ഉദാഹരണമാണ്. അതായത് തിരുദൂതരായ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞൊരു കഥ. എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറക്കുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതായിട്ട് ഒരു വലിയ നല്ലൊരു വാചകമുണ്ട്. അത് അദ്ദേഹം എപ്പോഴും എടുത്തു പറയാറുണ്ട്. സത്യത്തില് ഒരു പട്ടിണി കിടക്കുന്ന കാര്യം മാത്രമല്ലല്ലോ അതിലേക്ക് വെക്കുന്ന എല്ലാം അല്ലേ പ്രിയപ്പെട്ടവരെ. സ്വന്തം അയൽവക്കത്തുള്ള ആള് കിഡ്നി സ്റ്റോൺ വന്ന് പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന് നമ്മളെ കയ്യിൽ ഉൽപ്പന്നം കൊടുക്കാനില്ലേ? യൂറിഫ്ലസ് ഇല്ലേ? പല്ലുവേദന ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൽകാനുള്ള പേസ്റ്റ് നമ്മളെ കയ്യിലില്ലേ? അപ്പൊ ഇതൊക്കെ അതിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ നിലയിൽ ഈ ബിസിനസ് നടക്കും ചെയ്യും. ഇതൊരു കാരുണ്യ പ്രവർത്തനം ആവൂലേ? ആ ലെവലില് നമ്മൾ ഈ ഒരു നല്ല സൽക്കർമ്മത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ലേ ദൈവം? അപ്പോ നമ്മളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ്സിലേക്ക് എത്താൻ ആകെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു മനോഭാവമാണ് വേണ്ടത്. മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ള നല്ലൊരു മനോഭാവം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നല്ല നിലയിൽ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ നമുക്ക് വളരാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ക്വാളിറ്റി കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. കാരണം നമ്മളെ കയ്യിൽ ഈ ഒരു ഉൽപ്പന്നങ്ങളും ഈ ഒരു കമ്പനിയും ഇതുപോലത്തെ ലീഡേഴ്സും എല്ലാം ഉണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഏതൊരു വ്യക്തിയോടും കാര്യങ്ങൾ പറയാനും അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മളെ പ്രിയപ്പെട്ട അനീസ് സാറ് പറയാറുണ്ട്, ഒരു കവചപ്രാശം കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് 400 രൂപ എന്ന് എനിക്ക് കിട്ടൂലോ എന്നുള്ള ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. അതൊരു നല്ല ചിന്തയല്ല. ഒരു 400 രൂപ എനിക്ക് ഇന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്, ഇന്ന് ഞാൻ ഇത് കവചപ്രാശം വിറ്റ കാശ് കൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യം, ഇന്ന് ഈ ഒരു കവചപ്രാശം എനിക്ക് ആ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കാൻ എനിക്ക് ദൈവം ഒരു സാധ്യത തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് വല്ലാത്തൊരു വാക്കാണ്. ഈ ഒരു കവചപ്രാശം എന്ന ഇത്ര മൂല്യവത്തായ ഒരു ഉൽപ്പന്നം ഇത് അതിൻ്റെ അർഹനായ ഒരാളിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ്, അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് ഞാൻ അതിനൊരു കാരണക്കാരനായല്ലോ എന്നുള്ള ചിന്തയാണ് നിങ്ങളിൽ വേണ്ടത് എന്നാണ്. ഇതാണ് നമ്മൾ ലീഡേഴ്സിന്റെ ക്വാളിറ്റി. ഒരു പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് 40 രൂപ കിട്ടും എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഈ പേസ്റ്റിന്റെ ഗുണം ആ മനുഷ്യൻ മനസ്സിലാക്കാൻ പോകുന്നു, അത് ഞാൻ കാരണക്കാരനായി എന്നുള്ള ചിന്തയാകുമ്പോൾ
100% അതിൻ്റെ ആ ഒരു ഗുണം ആ മനുഷ്യനിലേക്ക് എത്തും. കാരണം നമ്മൾ നല്ല മനസ്സോടു കൂടിയാണ് അത് വിതരണം ചെയ്യുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലീഡേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ലീഡേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇന്നിത് കൊടുത്തിട്ട് 10 പേഴ്സിട്ടുള്ളതാണ് എനിക്ക് ഇന്ന് ഈ കാര്യങ്ങൾ നേടാനുള്ള ചിന്ത നമ്മളിൽ വേണ്ട. അത്ര പോലും ക്ലിയർ ആണ് ഈ കച്ചവടം. ഇതിൽ പറ്റിക്കലില്ല, കളവ് പറച്ചിലില്ല. മറിച്ച് കൂടെ വന്ന ആളുകൾക്ക്, അതുപോലെ ഈ നാട്ടിലുള്ള നമ്മളെ പോലത്തെ പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നതോടൊപ്പം അവരും ഈ ഗുണത്തിലേക്ക് എത്തും എന്നുള്ള ചിന്തയിലൂടെ നീക്കി പോയാൽ ഈ ബിസിനസ്സിലേക്ക് നമ്മളെ കൂടെ ആളുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. കാരണം ദൈവികതയാണ് ഇത്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് ലഭിക്കുള്ളൂ എന്ന് എപ്പോഴും ലീഡേഴ്സ് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഓരോ ലക്ഷണങ്ങളാണ്. ഇവിടെ ഉദാഹരണം പറയാം, രണ്ട് കല്ലുകളെ പറ്റി എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. 2 കല്ലുകൾ. ശില്പിന്റെ കയ്യിൽ ഒരു കല്ല് കിട്ടിയപ്പോൾ ആ കല്ലിനെ കൊത്താൻ തുടങ്ങി. ശില്പികൾക്കുള്ള സ്വഭാവം ശില്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൊത്താൻ തുടങ്ങുമ്പോൾ ഈ കല്ല് പറയണ എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ കൊത്തല്ലേ. പ്രിയപ്പെട്ട ബെന്നിസാർ എപ്പോഴും പറഞ്ഞ ഉദാഹരണമായത്. ആ ശില്പി ആ കല്ലിനെ ഒഴിവാക്കി ഉപേക്ഷിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകും. മറ്റൊരു കല്ല് പറഞ്ഞു എന്നെ കൊത്തിക്കോളൂ, എന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൊത്തിയെടുക്കാം. ഒരു രൂപസാദൃശ്യമൊന്നും ഇല്ലാത്ത ഒരു കറുത്ത കല്ലായിരുന്നു. പക്ഷെ ആ ശില്പിയുടെ കൈ കിട്ടി അദ്ദേഹം അത് കൊത്തി വളരെ ഭംഗിയാക്കി വെച്ച് കിടന്നു കൊടുത്തു. അതായത് സമർപ്പിച്ച് അർപ്പണബോധത്തോടെ നിന്നപ്പോൾ ആ ശില്പി അതിൽ നല്ലോണം ജോലി ചെയ്ത് നല്ലൊരു ശില്പമായി മാറി. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് അദ്ദേഹം അത് എന്തുമായി ഇട്ടേച്ചു പോയി. പക്ഷെ കുറച്ച് ആളുകൾ വന്ന് കണ്ടപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ശില്പം കണ്ടു. അവരത് പ്രതിഷ്ഠിച്ചു വെച്ചു. ജനങ്ങൾ വന്ന് അതിലേക്ക് പൂജിക്കാനും ആദരിക്കാനും തുടങ്ങി. അതിനെ മാലയിട്ട് പൂജിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അതിന് വലിയ ആദരവ് കിട്ടിയൊരു കഥ പറയും മിനിസ്റ്റർ എപ്പോഴും. എന്നാൽ ആദ്യം ഉപേക്ഷിച്ച ആ ഒരു കല്ല്, ഇവരിവിടെ വരുമ്പോൾ തേങ്ങ ഉടക്കാനൊക്കെ ഒരു കല്ല് വേണമെന്ന് പറഞ്ഞ് ആ കല്ല് കൊടുന്ന് അതിൽ തേങ്ങ ഉടക്കാനും തുടങ്ങി. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നല്ലൊരു പാടുണ്ട് ഈ ഒരു ഉദാഹരണത്തിൽ. നമ്മളെ ലീഡേഴ്സിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും ഈ ബിസിനസ്സിന്റെ അവസരം ഉയർത്താൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വലിയ നിലവാരത്തിൽ ആദരവോടുകൂടി ജീവിക്കാൻ പറ്റും. മറിച്ച് ഈ ബിസിനസ്സിൽ കാണുന്നതും കേൾക്കുന്നതും ഒന്നും വേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിക്കൊണ്ടുപോകാൻ വലിയ പാടുമാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ചുറ്റുപാടുള്ള ആളുകളിലേക്കൊന്ന് ഇറങ്ങി തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നുള്ളത്. നമ്മൾ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരുണ്യവും ആദരവൊക്കെ ഉള്ള ഒരു മനുഷ്യന്മാരാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഓരോരോ വ്യക്തികൾ, ചില ബസ് സ്റ്റോപ്പിലൊക്കെ ചില ഉമ്മമാര് കുട്ടികളെയും കൊണ്ട് ബസ് കാത്തു നിൽക്കുന്നൊക്കെ കാണുമ്പോൾ, അതുപോലെ ചില കടയുടെ മുന്നിൽ വന്നിട്ട് സാധനം വാങ്ങാൻ വന്ന് നിൽക്കുന്ന ആളുകൾ, അവരെ രൂപവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒക്കെ തോന്നിപ്പോവും ഈ മനുഷ്യന്മാർക്കൊന്നും അവരാ ഒരു നൃത്തം കണ്ടാൽ മനസ്സിലാവും അവരെ സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇന്ന് ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട്, വല്ലാത്തൊരു പ്രയാസത്തിൽ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാവിലെ 8 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി വൈകുന്നേരം 4 മണിക്ക് തിരിച്ചു വരുന്ന സമയം വരെ പണിയെടുത്താൽ, അത് വെയിലത്താവട്ടെ മഴയത്താവട്ടെ എന്ത് പ്രയാസപ്പെടുന്ന ജോലിയാവട്ടെ, ആ ഒരു സാന്നിധ്യത്തിൽ കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് അന്ന് വൈകുന്നേരം വരുമ്പോഴേക്കും ചെലവഴിക്കാനുള്ള പൂർത്തിയായിട്ടുള്ള വഴികൾ മുന്നിലുണ്ടാവും ചെയ്യും. പിറ്റേന്ന് പോയെങ്കിൽ മാത്രമേ ആ കുടുംബം പുലരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊരവസ്ഥയാണിത്. ഒരു 10 വർഷം മുമ്പ് നിങ്ങളൊക്കെ അങ്ങാടിയിൽ കവലയിലൊക്കെ ഉള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ നിങ്ങൾ പോയി കണ്ടു നോക്കി. ജീവിതത്തിൽ ആ സന്തോഷമാണ്. സുഖമായിട്ട് പോകണമെന്നാ പറയാ. എല്ലാവരും സുഖമായിട്ട് പോകുന്നോലാ. രാവിലെ വിളിച്ച് വൈകുന്നേരം വരെ ആ ഒരു പോക്ക് നിർത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീട്ടിൽ പോയി. എന്നോട് കുറച്ച് ഉൽപ്പന്നം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ അവിടുത്തെ കുടുംബനാഥൻ ഗൾഫിലാണുള്ളത്. എങ്കിൽ അവരെ 2 ഇളച്ചികൾ, അതായത് ആ കുടുംബനാഥൻ 2 ഇളച്ചികളും ഞാൻ ചെന്നപ്പോൾ എന്നെ കാണാൻ വന്നു. 2 പേരോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്നു? ഒരാൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓട്ടിയിട്ടാണ് ജീവിക്കുന്നത്, മറ്റാള് ബ്രോസ്റ്റ് കടയിലാന്ന് പറഞ്ഞു.
എന്നിട്ട് ആ രണ്ട് സ്ത്രീകളോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ കണ്ണിന്ന് വെള്ളം നിറച്ചിട്ട് പറയാണ്, ഞങ്ങൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഒരു ചെറിയ സഹായം എന്നുള്ള നിലക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ ഒന്നും സഹായിക്കണ്ട, നിങ്ങളെ സ്വന്തം കാര്യത്തിനെങ്കിലും അവരോട് പൈസ ചോദിക്കാത്ത വിധത്തിൽ അവർക്കൊരു സഹായം ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ, ഞങ്ങൾക്ക് വീട്ടിലെ അവസ്ഥ, രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് അഡ്മിഷന്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളാണ് മുന്നോട്ട് പോകാറുള്ളത്. ഒരു ദിവസമെങ്കിലും അതിന് ഞങ്ങളെ ഭർത്താവ് ലീവ് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അന്ന് വൈകുന്നേരം കറുത്ത രാത്രിയായിരുന്നു. കാരണം ചെലവ് കുന്നുകൂടുകയാണ്, ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. 10 വർഷമായിട്ട് ഓട്ടോറിക്ഷയിലാണ്. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ലോകത്ത് ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോയ ആളുകളല്ലാതെ ഇവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ തെളിവല്ല ഈ കാണുന്നതൊക്കെ. ഇത് നമുക്ക് ആരോ പറഞ്ഞു തന്നിട്ട് വേണം. ഏറ്റവും വലിയ തെളിവല്ലേ. അതായത് ഒരു സിസ്റ്റത്തിലൂടെ പോയ ആളുകൾക്കല്ലാതെ ഇവിടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ നിലക്കും വിജയം വന്നിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മുന്നിലൊക്കെ കാണുന്ന തെളിവുകളല്ലേ ഈ കാണുന്നത്. ഒരു വ്യക്തി സ്വന്തം എന്തെങ്കിലും ജീവിച്ച് വിജയിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ? ഗൾഫിലൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്യുന്ന ഒരു രീതിയിലില്ലേ? ഞാനും 27 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്ന സമയത്ത് 27 വർഷം, അതിനിടയിൽ കുറെ കാര്യങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. കുടുംബമൊക്കെ നല്ല സന്തോഷമായി ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ ആണെങ്കിലും ഞാൻ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെറും 3.5 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. വെറും 3.5 ലക്ഷം രൂപ. ഈ 3.5 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചെലവനുസരിച്ച് ആ 3.5 ലക്ഷം രൂപ കൊണ്ട് എത്ര മാസം ഞാൻ ജീവിക്കും എൻ്റെ കുടുംബത്തോടൊപ്പം? എൻ്റെ വരുമാനം നിന്നില്ല, ഞാൻ അവിടെ നിന്ന് പോന്നല്ലോ. പിന്നെ ഞാൻ കണ്ടെത്തിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള കണ്ടെത്തിയ ഒരു മേഖലയാണ് എൻ്റെ ഫ്ലോർ മില്ല് തുടങ്ങാൻ കാരണം. ആ ഒരു ഫ്ലോർ മില്ലിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടെങ്കിലും ആ ഒരു ഫ്ലോർ മില്ലിൽ ഞാൻ കുറച്ച് കാശ് ഭാര്യയുടെ ഉപ്പാൻ്റെ അടുത്ത് കടം വാങ്ങിയിട്ട് 8 ലക്ഷം റുപ്യ മുടക്കി തുടങ്ങിയതാണ് ആ ഫ്ലോർ മില്ല്. അതും ഇതും ഒരേ സമയമാണ്. അതായത് മൈ ലൈഫിൽ വന്നതും അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത്. അന്ന് 8 ലക്ഷം രൂപ മുടക്കിയ എനിക്ക്, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അന്ന് 8 ലക്ഷം രൂപ ശരിക്കും അതിന്റെ ബാക്കിയുള്ള മുടക്കൊന്നും ഞാൻ പറയുന്നില്ല, ആ മിഷനറി സാധനത്തിന് മാത്രം മുടങ്ങിയ പൈസയാണ്. ഇത് 5 വർഷം 6 വർഷമായി തുടങ്ങി. ആ 8 ലക്ഷം രൂപയിൽ ഇന്നും എനിക്ക് മുഴുവനായി കിട്ടിയിട്ടില്ല. ഞാനൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് നടത്തി നോക്കിയതാണത്. ഇതാണ് നാട്ടിലെ ബിസിനസ്. അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നും നല്ല സുഖമായിട്ട് ആ മില്ല് നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാറില്ല, കുട്ടികളാണ് നടത്തിപ്പോണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന കാശ് എപ്പോഴെങ്കിലുമൊക്കെ 50,000 1 ലക്ഷമൊക്കെ വാങ്ങി ഞങ്ങൾ എന്താ ഉപയോഗപ്പെടുന്നത്. എന്നാലും ഞാൻ മുടക്കിയ കാശ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. എന്നാൽ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വരാൻ കാരണം വുമൺ കമ്പാനിയൻ എന്ന 3 ബോട്ടിൽ വുമൺ കമ്പാനിയൻ എൻ്റെ വൈഫിന് ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. വെറും 630 രൂപയായിരുന്നു എനിക്കതിന് മുടക്ക്. വെറും 630 രൂപയായിരുന്നു എനിക്ക് മുടക്ക്. ശരിക്കും മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും പ്രിയപ്പെട്ട അയ്യൂബ് സാറിനെ കൊണ്ട് അത് ഇങ്ങോട്ട് അയപ്പിച്ച് എനിക്കത് ഹോൾസെയിൽ റേറ്റിൽ 600, അന്ന് വുമൺ കമ്പാനിയത്തിന് 210 രൂപയുള്ളായിരുന്നു. ഇന്ന് 274 വില. 2-3 പ്രാവശ്യം വില കൂടി. ആ 210 രൂപ വെച്ചിട്ട് 3 ബോട്ടിൽ അയച്ചെന്ന് അത് കഴിച്ച് എൻ്റെ ഭാര്യയ്ക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് മുടക്ക് എത്രയുള്ളത്? 630 രൂപ. ഇന്ന് 28.5 ലക്ഷം രൂപ ഈ 6 വർഷത്തിന്റെ ഉള്ളിൽ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുടക്കിയത് 3 ബോട്ടിൽ മാത്രം. അത് എൻ്റെ ഭാര്യയ്ക്ക് ഈ പ്രയാസം വന്നപ്പോൾ അതിന് എനിക്ക് കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ ലെവലിലുള്ള കച്ചവടം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ കച്ചവടം തമ്മിലുള്ള വ്യത്യാസം. എന്നിലുള്ള മാത്രം ഒരു അവസ്ഥയാണത്. ഈ കുറഞ്ഞ കാലം കൊണ്ട് എനിക്ക് കിട്ടിയ കമ്പനിയിൽ നിന്ന് ലഭിച്ചതാണ് ഞാൻ പറയുന്നത്. ഇനി ലഭിക്കാൻ പോകുന്ന സംഭവങ്ങൾ എത്ര ഉണ്ട്? അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കണം. ഒരു തെങ്ങിന്റെ തൈ നമ്മൾ ഇന്ന് തന്നെ നല്ലൊരു തെങ്ങിന്റെ തൈ കൊണ്ടുവന്ന് നമ്മളിവിടെ നട്ട് പിടിപ്പിച്ച് നാളെ തന്നെ നിങ്ങൾ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു ആളെയും വിളിച്ചിട്ട് വന്നിട്ട് അതിന് തേങ്ങ കിട്ടൂല. അതിനൊരു 4-5 വർഷം അതിന്റെ സൈഡിലൊക്കെ കളിച്ച് മറച്ചു കൊടുത്ത് അതിന് വളമിട്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് ഇങ്ങനെ വലുതാക്കിയിട്ട് എന്താ നമ്മളെ പ്രതീക്ഷ? ഇത് 5 വർഷം കഴിഞ്ഞാൽ ഇതെന്തായാലും കൊലച്ചു വരും. അതോടുകൂടി അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല എന്നുള്ളത് ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പരിചരിച്ചുകൊണ്ട്, സത്യമല്ലേ ഇത്?
ഏതൊരു വൃക്ഷത്തിനെ നടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് വലുതായി വരുമ്പോൾ നമുക്ക് ഫലം കിട്ടും എന്നുള്ള ചിന്ത ഉണ്ട്. ഇതേ ചിന്ത ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമുക്ക് വേണം. ഇന്ന് ഇറങ്ങി നമ്മൾ രണ്ടുപേരടുത്ത് ചെന്ന് അവരെന്തോ റിജക്റ്റ് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ഉള്ളിലുള്ള തീ നമ്മൾ അണഞ്ഞു പോയാൽ നമുക്ക് ഈ ബിസിനസ് വളർത്താൻ കഴിയില്ല. ഇത് മനുഷ്യന്മാരെ നട്ടുപിടിപ്പിക്കുന്ന ബിസിനസ്സാണ്. ഇതിന് കുറച്ച് ലേശം പണിയെടുക്കണം. അതിന് നമ്മളിൽ ഉണ്ടാകുന്ന ക്വാളിറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ ക്വാളിറ്റിയൊക്കെ നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം ആളുകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. ജനങ്ങളിൽ നമ്മളെ കാര്യങ്ങൾ കേൾക്കാൻ കാതു വെച്ച് തരും. നേരെ മറിച്ച് നമ്മളിൽ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ നമ്മൾ കിട്ടൂല. സാധാരണ ലോകത്തിൽ നിങ്ങൾ കച്ചവടത്തിന്റെ സ്ഥിതി നോക്കിയാൽ ഒരു ഹോട്ടലിൽ പോയി നോക്കിക്കോളി, ഒരു ജാതി കടിച്ചു കീറാൻ പറ്റുന്ന സ്വഭാവമാണ് സപ്ലയർക്ക് എന്ന് വെച്ചാൽ നമുക്ക് അയാളുടെ ഒരു സ്വസ്ഥത കിട്ടൂല, സന്തോഷം കിട്ടൂല. മറിച്ച് നല്ല പരിചരണത്തിലൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മൾ എന്തെങ്കിലും ടിപ്സ് കൊടുത്തിട്ടാ വരിക. എല്ലാ മേഖലയിലും ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു തെങ്ങിന്റെ തയ്യ് നമ്മൾ നട്ടു വെക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷ അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ്. അതിനെ ഏത് തരത്തിലൊക്കെ ആട് കടിക്കുന്നു, പശു കടിക്കുന്നതും, അതുപോലെ തന്നെ പുഴുക്കൾ അരിക്കുന്നതും, വെള്ളമില്ലാതെ വരുന്നത്, അത് ഉണങ്ങി പോകുന്നതൊക്കെ നോക്കുന്നുണ്ടോ, അതുപോലെ ആ ഒരു ചിന്താഗതിയിൽ ഈ ബിസിനസ് അവസരം നമ്മളെ കൈ കിട്ടിയ അന്ന് മുതൽക്ക് നമ്മളിങ്ങനെ പരിപോഷിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 3-4 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു നിലവാരമുണ്ടല്ലോ, അത് വലിയൊരു നിലവാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒന്നും അല്ലാത്തതിൽ നിന്ന് കയറി വന്ന മനുഷ്യനാണ് ഞാൻ. ഒരു 4 വ്യക്തികളോട് ഒരു കാര്യം പറയാനോ അതിനുള്ള അറിവോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ആ സ്ഥാനത്ത് ഇന്ന് എത്രയോ വ്യക്തിത്വങ്ങൾ, വലിയ വലിയ ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ കൂടെ ഈ ഒരു കമ്പനിയിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം നമ്മളെ കാണുമ്പോൾ സാറേ എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കുകയാണ്. എവിടെ നമ്മൾ എത്തിപ്പെട്ടത്? ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഇതിലും വലിയൊരു പരിഗണന ഇനി എന്താണുള്ളത്? അതോടൊപ്പം കമ്പനി എല്ലാം നൽകുന്ന, സമ്പത്ത് നൽകുന്നു, ആരോഗ്യം നൽകുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെ നൽകല്ലേ? അപ്പൊ ഈ ബിസിനസ്സിലൂടെ ഇതിലപ്പുറം ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി വേണ്ടത് ഒറ്റ ഒന്നേ ഉള്ളൂ, നമ്മളായിട്ട് ഇറങ്ങുക. ഈ ബിസിനസ്സിലാകെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പഠിക്കുക. ഇന്നലെ ഡെയിലി ഡിറ്റോക്സ് ആണ് ആദ്യം ദിൽന മാഡം തുടങ്ങിയത് അല്ലേ? എൻ്റെ കൂടെ എൻ്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടി, അവൻ്റെ ഭാര്യക്ക് കഴിഞ്ഞ ആഴ്ച ലിവഗെയിനും അതുപോലെ തന്നെ ഇമ്മ്യൂണോത്രിയും കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണമെന്നും പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നിപ്പോൾ 2-3 പോത്തുകളൊക്കെ വാങ്ങി അതിനെ മേയ്ക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താടാ, അങ്ങനെ പ്ലാനൊക്കെ കൊടുത്തിട്ട് ആയിക്കോട്ടെ ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, അതായത് നിങ്ങൾ ഉൽപ്പന്നം എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാനെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ 500 രൂപ ഒക്കെ തന്ന് നമ്മളെ മീറ്റിങ്ങിന് പോകുന്നു. മീറ്റിംഗ് കേട്ടപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇതിൽ ഒക്കെ നമ്മക്കാണല്ലോ കുടിക്കേണ്ടത്, പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലോ. ഓൻ്റെ തിരിച്ചറിവാണ്. ഓൻ പറഞ്ഞ വാക്കാണ്, ഇത് മുഴുവൻ നമ്മളാണ് കഴിക്കേണ്ടത്, പുറത്തേക്ക് ഒരൊറ്റ ഒന്നും കൊടുക്കാനില്ല. ഇന്നലത്തെ ആ ഒരു മീറ്റിംഗ് കേട്ട ആളുകൾക്കറിയാം, ആദ്യമായിട്ട് വന്നത് ഡെയിലി ഡിറ്റോക്സ് ആയിരുന്നു. ദിൽന മാഡം ഫസ്റ്റ് പറഞ്ഞ ഡെയിലി ഡിറ്റോക്സ് ആണ്. ഈ മീറ്റിങ്ങിൽ 409 പേരുണ്ട്. ഇതിൽ ഡെയിലി ഡിറ്റോക്സ് ഇതുവരെ കണ്ടിട്ട് കാണാത്തോലും ഉണ്ടാവും, ആ ഗുളിക തൊട്ടു നോക്കാത്തോലും വരെ ഉണ്ടാവും. എന്നാൽ ഡെയിലി ഡിറ്റോക്സ് എന്ന ക്യാപ്സൂൾ കഴിക്കാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അന്നലെ തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ടവര്, നമ്മളെ കയ്യിൽ നല്ലൊരു ടോർച്ച് ഉണ്ട്, എന്നിട്ട് അത് കെടുത്തി വെച്ച് മറ്റുള്ള ആളുകളെ വെളിച്ചത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് നടക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സ്ഥാനത്ത് നമ്മളെ കയ്യിലുള്ള സാധനത്തിന്റെ വലിപ്പം വിലയും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ സംഭവം നമ്മൾ ഒഴിവാക്കും. എത്ര പലിച്ചു കിടന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കാം, നമ്മളെ കയ്യിലുള്ള ഉൽപ്പന്നം എത്ര ഒരു വിലപ്പെട്ടതാണ്. ഇന്നലത്തെ ക്ലാസ് കേട്ട് നോക്കണ്ടേ? ഇപ്പൊ ഇത്രയും നല്ല മഹത്തായ ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരല്ല എന്ന് മനസ്സിലാക്കുക. ഒരു സാധാരണ ആളുകൾക്ക് ഇത്രയും നല്ലൊരു മഹത്തായ അവസരത്തിലേക്ക് ദൈവം എത്തിപ്പിക്കൂല എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു മഹാഭാഗ്യം ചെയ്തവരാവണം നമ്മൾ.
അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളെ ഗുണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ഏതോ ഒരു മഹാവ്യക്തിയുടെ പ്രാർത്ഥനയോ എന്തോ ഒരു സംഭവം നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിയതെന്ന് മനസ്സിലാക്കുക. അത്രയും വലിയ ഒരു നിലവാരമുള്ള ഒരവസരത്തിലാണ് നമ്മളുള്ളത്. കളഞ്ഞു കുളിക്കരുത്. കയ്യിൽ കിട്ടിയ ഒരു സംഭവം ഒരിക്കലും നിങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ നമ്മളെ പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മളിലുള്ള കുറവ് കൊണ്ട് മാത്രം, കമ്പനിയുടെ കുറവോ പ്രോഡക്റ്റിന്റെ കുറവോ പ്ലാന്റെ കുറവോ ഒന്നും കൊണ്ടൊന്നാവില്ല, നമ്മളെ കുറവ് കൊണ്ട് മാത്രം ആരെങ്കിലും ഇതിനെ റിജക്റ്റ് ചെയ്ത് നമ്മളോട് എന്തെങ്കിലും മറുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള കുറവാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി വീണ്ടും ഇറങ്ങണം. അതിന്റെ പേരിൽ നമ്മൾ പിറകോട്ടെടുക്കാൻ പാടില്ല. കാരണം അവസരമാണ്, ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ചില ആളിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ബിസിനസ് അവസരം ഏറ്റെടുത്ത് നമ്മളെ സുരേഷ് പൊന്നാന എന്ന് പറയുന്ന ഒരു വലിയ ലീഡർ ഉണ്ട്. ഞാൻ ആ മനുഷ്യനെ എന്നും ആദരവോട് കൂടിയേ കാണുള്ളൂ. കാരണം എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരൊറ്റ സ്പീച്ചാണ് ഈ ബിസിനസ്സിൽ എന്നെ പിടിച്ചു നിർത്തിയത്. പൊന്നാന സാർ, ഞാൻ പൊന്നാന സാർ എപ്പോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പോയി പിടിക്കും ഞാൻ. കാരണം ആ മനുഷ്യനോട് തീർത്താ തീരാത്ത നന്ദി എനിക്കുണ്ട്. രണ്ട് വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒന്ന് സുരേഷ് പൊന്നാന സാറാണ്, ഒന്ന് വിജീഷ് വിജയൻ. ഈ രണ്ടാളും ഇപ്പൊ CTC ലീഡർമാരാണ്. മറക്കാൻ പറ്റൂല. കാരണം എന്താ പറയുക, വിജീഷ് വിജയൻ എന്ന ആ ഒരു വ്യക്തി നമ്മുടെ സുബ്രഹ്മണ്യൻ സാറൊക്കെ ലീഡറാണ്, കോഴിക്കോട്ടുകാരനാണ്. ഇദ്ദേഹം പുലാമന്തോളിൽ ഒരു ടുഡേ പ്രോഗ്രാം നടത്തി. അതിന് ഞാൻ പോയിരുന്നു. അന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിന്റെ മുമ്പാണ് പൊന്നാന സാറിന്റെ രാവിലത്തെ മോർണിംഗ് മീറ്റിങ്ങിൽ ഒരു ദിവസം കേട്ടത്. ഈ രണ്ട് വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്. അവരെ രണ്ട് വ്യക്തികളുടെ വാക്കുകൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തരുത്. കാരണം എത്രയോ ആളുകൾ 4-5 വർഷമായി ഇപ്പൊ രാവിലത്തെ മോർണിംഗ് മീറ്റ് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതോ ഒരു വ്യക്തി നമ്മളെ വിജയിപ്പിക്കാനോ നമ്മൾക്ക് വിജയിപ്പിക്കാനോ ഒരു വ്യക്തിയെ നമ്മളെ ദൈവം നിയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എവിടെയെന്ന് ആർക്കും അറിയില്ല. അത് നമ്മൾ കിട്ടുന്നത് വരെ അത് തിരഞ്ഞുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ട നമ്മളെ മുബീൻ സാറൊക്കെ പറയാറുണ്ട്, എനിക്കുള്ള പാസീവ് ഇൻകത്തിനുള്ള കുട്ടി ഇനിയും ജനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വരുമാനം 1 കോടിയിലേറെ മാസത്തിൽ. എന്നിട്ടും അദ്ദേഹം തിരഞ്ഞു നടക്കുക. നമ്മൾക്ക് ഒരു 500 രൂപ പോലും കിട്ടാത്ത നമ്മൾ ഇന്ന് ഇതിനെ കൂട്ടിപ്പിടിക്കാതെ മടുത്ത് നടത്തുന്നവരാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടില് ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ട് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് ഏറ്റെടുക്കാതെയും അതുപോലെ നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് എത്തിക്കാതെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ നിഷ്ക്രിയത്വം പാലിക്കുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തെ പരമാവധി അവരവർക്ക് ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കഴിയുന്നത് പോലെ നമ്മളാവണം എത്തിക്കുന്നത്. നമ്മൾ ലീഡേഴ്സിനെ കൊണ്ടേ എത്തിക്കല. നമ്മളിലുള്ള ആ ഒരു സംഭവം ഉയർത്തിക്ക് വരാൻ നമ്മൾ തന്നെ ഇറങ്ങണം, സ്വയം ഇറങ്ങാം. അല്ലാതെ ലീഡേഴ്സിനെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ടെലിഫോണിലൂടെ എന്നും ഒരു എന്താ പറയാ ഡിപ്പെൻഡ് നമുക്ക് പാടില്ല. നമ്മൾ കുറേശ്ശെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മൂർച്ച ഉണ്ടാകുന്നത്. വെല്ലി സാർ എപ്പോഴും പറയാറുണ്ട്, ദാമുവും അങ്ങനെ 2 വ്യക്തികളെ പേര് പറഞ്ഞിട്ട് വെല്ലി സാർ ഉദാഹരണം പറയാറുണ്ട്. ഒരു മരം വെട്ടുകാരനായ ഒരു ദാമു എന്നൊരാള്, രാമു തോന്നുന്നു പേര്, ഒരു രാമു എന്നൊരാള് മരം വെട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിനോട് കുറെ കഴിഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു ഒരാളും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഞങ്ങൾ 2 പേരും ഉടനെ മരം വെട്ട് തുടങ്ങി. പക്ഷേ രണ്ടാമത് വന്ന വ്യക്തിക്ക് ശമ്പളം കൂട്ടി കൊടുത്തപ്പോൾ ആദ്യം വന്ന വ്യക്തിക്ക് അതൊരു നീരസുണ്ടാക്കി. അദ്ദേഹം മുതലാളിയോട് പറഞ്ഞു, ഞാനല്ലേ ഇവിടുത്തെ ആദ്യത്തെ ആള്, നിങ്ങൾ എന്തുകൊണ്ട് അവന് ശമ്പളം കൂട്ടിയത്? അന്നേരം അത് നീ അവനോട് തന്നെ പോയി ചോദിച്ചോളൂ എന്നാണ് മുതലാളി പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, ഞാൻ ജോലി കിട്ടുന്ന ബാക്കി സമയത്ത് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആ റെസ്റ്റ് സമയത്തൊക്കെ എൻ്റെ കയ്യിലുള്ള ആയുധത്തെ മൂർച്ച കൂട്ടാറുണ്ടായിരുന്നവർ. ഇയാള് ചോറൊക്കെ വെച്ചാൽ 1 മണിക്കൂർ റെസ്റ്റിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. മറ്റാള് അദ്ദേഹത്തിന്റെ മുഴുവൻ ആയുധത്തിനൊക്കെ നല്ല മൂർച്ച കൂട്ടി വെക്കും. അങ്ങനെ മൂർച്ച കൂട്ടി വെക്കുമ്പോൾ വെട്ടിയ പെട്ടെന്ന് മുറിയും. അപ്പൊ അയാളെക്കാളും കൂടുതൽ പണി ഇവിടെ നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ശമ്പളം കൂട്ടി കൊടുത്താൽ മുതലാണ്. സത്യത്തിൽ നമുക്ക് മൂർച്ച കൂട്ടാനുള്ള ഓരോരോ വേദികൾ ഇതിലില്ലേ? ഉപയോഗപ്പെടുത്താറുണ്ടോ നിങ്ങൾ? ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമല്ലേ പ്രിയപ്പെട്ടവർ നമുക്കും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ പഠിക്കുക, പഠിപ്പിക്കുക.
ഇതാണ് ഈ ബിസിനസ്സിൽ ആകെ ഉള്ളത്. നമ്മൾ മുകളിൽ നിന്നിട്ട് വാങ്ങുക, നമ്മളെ കൂടെ അപ്ലൈനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുക, നമ്മൾ നടുവിലായിരിക്കണം. എന്നിട്ട് അത് വാങ്ങിയിട്ട് താഴെയുള്ള ടീമിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. നമുക്ക് നടുവിൽ നിന്ന് വരുമാനം വാങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞ സമ്പത്ത് പറഞ്ഞാൽ കാശ് മാത്രമല്ല, എല്ലാ നിലക്കുള്ള വരുമാനവും വാങ്ങാൻ പറ്റും. കൂട്ടത്തിൽ വന്ന ആളുകൾ, സാറേ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങളില്ലായിരുന്നെങ്കിൽ കിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട ഉമർസ്ഥാനെ പറ്റിയൊക്കെ എല്ലാവരും പറയാറില്ലേ, വല്ലാത്തൊരു ലീഡറാണ്. ഇന്നും ആ പ്രിയപ്പെട്ട വ്യക്തി രാവിലെ എനിക്ക് വിളിച്ചു. 4 മണിക്ക് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് രാവിലെ. എന്തിനേത്, ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് നടത്തില്ല, അദ്ദേഹം എന്തിന് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയണം, ചേറൂർ ഇന്ന് ഒരു റിക്രൂട്ട്മെന്റ് ഇട്ട് നമുക്ക്, ഞാൻ വരണമെങ്കിൽ ഞാൻ വരാൻ, നിങ്ങൾ വരുമോ കോഴിക്കോട് ഭാഗത്തേക്ക്. ഇതാണ് പ്രിയപ്പെട്ടവർ ഈ ബിസിനസ്. ഇത് എൻ്റെ ബിസിനസ് ആണെങ്കിലും അദ്ദേഹം ഇറങ്ങാണ് എൻ്റെ കൂടെ. ഞാൻ എന്തെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന ആൾ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വരുമാനമുള്ളൂ. ഈ ബിസിനസിന്റെ പ്ലാനാണിത്. ഏതായാലും ഒരു 10 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പകർത്തുക. എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ഒരാളോ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുക, എന്നെക്കാളിലൊക്കെ വലിയ മുതിർന്ന നല്ല കഴിവും ഉറ്റ ലീഡേഴ്സ് ഇതിലുണ്ട്. പ്രിയപ്പെട്ട അസ്റുദാരാൻ ഉസ്താദിനെ പോലത്തെ, ബാബ്ജി സാറെ പോലത്തെ വലിയ മഹാന്മാർ ഇതിൽ ഇരിക്കുന്നുണ്ട്. അവരെ മുന്നിലൊക്കെ വന്നിട്ട് വലിയ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല ഞാൻ ഇന്നും ഇന്നലെ വരെ അസ്റുദാരാൻ ഉസ്താദിനോട് എൻ്റെ രോഗത്തിനെ പറ്റി ചോദിച്ചതാണ്. ഞാൻ ഇന്നും അതൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് അതിലൊന്നും ഒരു കുറവുമില്ല. ഞാൻ വലിയ NTC എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല. എവിടെയും പോയി ഇറങ്ങും. ഇന്നും കഴിഞ്ഞ ആഴ്ച മഞ്ചേരി പോയിട്ട് പ്രോഡക്റ്റ് ശരിക്കും എടുത്തു കൊണ്ട് ബോക്സിലാക്കി സ്കൂട്ടർമേൽ കെട്ടിയിട്ടാ കൊണ്ടുവന്നത്. ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ NTC ലീഡർ ചോദിച്ചു, അതിനെന്താ പ്രശ്നം? NTC ലീഡറിന്റെ എന്താ സ്ഥാനം എടുത്താൽ പൊങ്ങൂലേ? NTC ലീഡർക്ക് എന്താ, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ബോക്സ് എടുത്താൽ തലയിൽ ചോട ഏറ്റൂലേ? അതൊക്കെ ഒരു തരം എന്താ പറയാ, അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നും നമുക്ക് വേണ്ട. എത്ര വലുതായാലും നമ്മളാ. അതായത് താഴെ തട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മളായി മാറുന്നത്. ഞാനൊരു NTC ഒക്കെ എല്ലാം പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്കൊരു ഭാഗത്തോടെ ഇരിക്കാം. ആ റാങ്ക് കൂടത്തിലുണ്ടാവും, ഒരു 10 പൈസ കിട്ടൂല. പണിയെടുത്തെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു പണിയാണിത്. ഏതായാലും ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് ഈ വോയിസ് കേട്ടതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ഉയർന്നു വരിക. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനടക്കം ഇതിൽ അവസാനം വരെ പിടിച്ചു നിന്ന് ഇതിൻ്റെ അറ്റം കാണുന്നത് വരെ, നമുക്കുള്ള ബിസിനസ് അല്ല ഇത്. പ്രിയപ്പെട്ടു, നമ്മൾ ഇതിൽ എത്തിപ്പെട്ടതാണ്. പ്രിയപ്പെട്ട മഹാത്മാജിയെ പറ്റി എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം അന്ന് ആ ഒരു ഇറക്കം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ സുഖമായിട്ട് ഈ നാട്ടിൽ കിടന്നുറങ്ങൂലായിരുന്നു. ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഉറങ്ങുന്ന അന്ന് അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളാണ്. നിങ്ങളെ വീടിന്റെ മുന്നിൽ ഒരു തെങ്ങുണ്ട്, ആ തെങ്ങ് നിങ്ങൾ വെച്ചതല്ല. അതിൽ നിന്ന് തേങ്ങ എടുത്ത് ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് ഓരോരുത്തരും, അല്ലേ? എൻ്റെ പിതാവ് ഉണ്ടാക്കിയ 2 തെങ്ങിന്ന് ആണ് ഞാൻ ഇന്ന് തേങ്ങ. എൻ്റെ പിതാവൊന്നും ലോകത്തില്ല. നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ലേ? ഇതല്ലേ ഈ ബിസിനസ്? 3 തലമുറക്ക് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന ബിസിനസ്. അതിന് നമ്മൾ കാരണക്കാരായിട്ടുണ്ട്. ഇനി നമ്മൾ മുഖേന ഒരുപാട് ആൾക്കാർ ഇതിൽ വന്ന് വിജയിച്ച് മുന്നേറുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നല്ല സുഖം ഉണ്ടാകും കിടന്നുറങ്ങാൻ. കാരണം ഒരുപാട് ആളുകൾ സന്തോഷം പറയും, അന്ന് ആ വ്യക്തി ഇല്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തും. ഈ ബിസിനസ്സിലല്ലാതെ അത് ഇല്ല. അത് മനസ്സിലാക്കി എല്ലാവരും മുന്നേറാം. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അത് വിജയം ആശംസിക്കുകയാണ്. എനിക്ക് ഈ ഒരു അവസരം പ്രിയപ്പെട്ട ഹമീദ് ഉസ്താദിനും ഇത് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ഉമർ ഉസ്താദിനും അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് വിളിച്ചു ഉണർത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുരേന്ദ്ര സാർക്കും, ഇത് ശ്രമിച്ച വീഡിയോയിൽ വന്നവർക്കും വരാത്തവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ വലിയ വിജയങ്ങളും അതുപോലെ തന്നെ ഉയർച്ചയും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്ക് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. ജയ് ബലകൃഷ്ണൻ. താങ്ക് യു.